നമസ്തേ IPL ആവശ്യത്തിലേക്ക് സ്വാഗതം. IPLിൽ ഡൽഹി ക്യാപിറ്റൽസിനെ തകർത്ത് തരിപ്പണമാക്കി കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ്. IPLിൽ തന്നെ ഏറ്റവും വലിയ രണ്ടാമത്തെ സ്കോർ സ്വന്തമാക്കി കൊൽക്കത്ത തകർത്തപ്പോൾ ഡൽഹി വെന്ത് വെണ്ണീറായി. ബാറ്റിംഗിൽ കൊൽക്കത്തയ്ക്കായി സുനിൽ നരേൻ ആളിക്കത്തിയപ്പോൾ പിറന്നത് ഒരുപറ്റം റെക്കോർഡുകളുമാണ്. IPLിൽ ഇന്ന് ഗുജറാത്ത് പഞ്ചാബ് പോരാട്ടമാണ്. IPL ആവശ്യത്തിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. IPLിൽ തുടർച്ചയായ മൂന്നാം വിജയം സ്വന്തമാക്കി കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ്. ഡൽഹി ക്യാപിറ്റൽസിനെതിരെ 106 റൺസിന്റെ വിജയമാണ് കൊൽക്കത്ത സ്വന്തമാക്കിയത്. 273 എന്ന വലിയ വിജയലക്ഷ്യം പിന്തുടർന്ന ഡൽഹിക്ക് 166 റൺസ് എടുക്കാൻ മാത്രമേ സാധിച്ചുള്ളൂ. ജയത്തോടെ കൊൽക്കത്ത പോയിന്റ് ടേബിളിൽ ഒന്നാമതെത്തി. വിശാഖപട്ടണത്ത് നടന്ന മത്സരത്തിൽ ടോസ് നേടി ബാറ്റിംഗ് തിരഞ്ഞെടുത്ത കൊൽക്കത്ത സുനിൽ നരേൻ, ആൻഡ്രെ റസൽ, അംഗ്രിഷ് രഘുവംശി എന്നിവരുടെ ബാറ്റിംഗ് മികവിൽ 272 എന്ന വമ്പൻ സ്കോറാണ് പടുത്തുയർത്തിയത്. IPL തന്നെ ഏറ്റവും ഉയർന്ന രണ്ടാമത്തെ സ്കോറാണിത്. 39 പന്തിൽ 85 റൺസ് നേടിയ സുനിൽ നരേനും 27 പന്തിൽ 54 റൺസ് നേടിയ അംഗ്രിഷ് രഘുവംശിയും ചേർന്നാണ് കൊൽക്കത്തയുടെ സ്കോർ ബോർഡ് ഉയർത്തിയത്. അവസാന ഓവറുകളിൽ ആൻഡ്രെ റസലും റിങ്കു സിംഗും തകർത്തടിച്ചപ്പോൾ കൊൽക്കത്തയുടെ സ്കോർ 250 കടന്നു. ഒരു ഘട്ടത്തിൽ സൺറൈസേഴ്സ് ഹൈദരാബാദ് പടുത്തുയർത്തിയ 277 റൺസ് എന്ന സ്കോർ കൊൽക്കത്തയ്ക്ക് മറികടക്കാനാകുമെന്ന് തോന്നിച്ചെങ്കിലും 5 റൺസ് അകലെ കൊൽക്കത്തയുടെ സ്കോർ 272 ഒതുങ്ങി. മറുപടി ബാറ്റിംഗിനിറങ്ങിയ ഡൽഹി തകർച്ചയോടെയാണ് തുടങ്ങിയത്. പവർ പ്ലേ ഓവറുകളിൽ തന്നെ 4 വിക്കറ്റാണ് ഡൽഹിക്ക് നഷ്ടമായത്. 5-ാം വിക്കറ്റിൽ പന്തും സ്റ്റബ്സും ചേർന്ന് ഡൽഹിക്കായി പൊരുതിയെങ്കിലും ഫലമുണ്ടായില്ല. തുടർച്ചയായ രണ്ടാം മത്സരത്തിലും അർദ്ധ സെഞ്ചുറിയുമായി ക്യാപ്റ്റൻ ഋഷഭ് പന്ത് തകർത്തടിച്ചു. 54 റൺസ് എടുത്ത സ്റ്റബ്സും ഡൽഹിക്കായി മികച്ച രീതിയിൽ ബാറ്റ് ചെയ്തു. ഇവർ രണ്ടുപേരും പുറത്തായതോടെ ഡൽഹിയുടെ പോരാട്ടവും അവസാനിച്ചു. KKRന് വേണ്ടി വരുൺ ചക്രവർത്തിയും വൈഭവ് അറോറയും 3 വിക്കറ്റ് വീതം വീഴ്ത്തി. ബാറ്റിംഗിൽ തകർപ്പൻ പ്രകടനം പുറത്തെടുത്ത സുനിൽ നരേനാണ് കളിയിലെ താരം. സ്പോർട്സ് ഡെസ്ക്, ജനം. അപ്പോൾ ഇന്നലത്തെ മത്സരത്തെ പറ്റി പറയുകയാണെങ്കിൽ കൊൽക്കത്ത ഒരു ആധികാരിക ജയമാണ് സ്വന്തമാക്കിയത്, അല്ലേ നിഖിൽ? തീർച്ചയായിട്ടും കൊൽക്കത്ത ഒരു ആധികാരിക ജയം തന്നെ എന്ന് നമുക്ക് പറയാൻ സാധിക്കും ഇന്നലത്തെ മത്സരം. അതിലെടുത്തു പറയേണ്ടത് സുനിൽ നരേൻ ഒരു വെടിക്കെട്ട് പ്രകടനം തന്നെയാണ്. നരേൻ ഓപ്പണിങ്ങിലേക്ക് തിരിച്ചെത്തിയിരിക്കുന്നു. ആ ഓപ്പണിങ്ങിൽ ഒരു ഗംഭീര പ്രകടനം. 39 പന്തിൽ നിന്നും 85 റൺസാണ് സുനിൽ നരേൻ ഇന്നലെ സ്വന്തമാക്കിയത് എന്നുള്ള ശ്രദ്ധേയകരമായ കാര്യമാണ്. ഫിൽ സാൾട്ടിന് കാര്യമായൊരു സംഭാവന നൽകാൻ ഇന്നത്തെ മത്സരത്തിൽ സാധിച്ചില്ല. പക്ഷേ എന്നിരുന്നാലും സുനിൽ നരേൻ്റെ ആ ഒരു വെടിക്കെട്ട് പ്രകടനം, അതോടൊപ്പം തന്നെ യുവതാരമായിട്ടുള്ള അംഗ്രിഷ് രഘുവംശി എന്ന് പറഞ്ഞ യുവതാരം, അദ്ദേഹത്തിൻ്റെ പ്രകടനവും ഇന്നലെ ആ ഒരു കമൻട്രി ബോക്സിൽ ഹർഷ ബോഗ്ലെ പറയുന്നൊരു സാധനം ഉണ്ടായിരുന്നു. അതായത് ഒരു സൈഡിൽ സുനിൽ നരേൻ തകർത്തടിക്കുമ്പോൾ രഘുവംശി മറു സൈഡിൽ ഒരു കാഴ്ചക്കാരനായി നോക്കി അദ്ദേഹത്തിന് പിന്തുണ നൽകുക എന്നൊരു ജോലി മാത്രമാണ് അദ്ദേഹത്തിന് ഉള്ളതെന്നായിരുന്നു അദ്ദേഹം ബാറ്റിങ്ങിന് ഇറങ്ങിയ സമയത്ത് ഹർഷ ബോഗ്ലെ പറഞ്ഞത്. എന്നാൽ അദ്ദേഹത്തിൻ്റെ ഒരു വെടിക്കെട്ട് പ്രകടനത്തിന് ശേഷം ഹർഷ ബോഗ്ലെ പറയുന്നത് ഓരോ ദിവസവും ഓരോ താരങ്ങൾ ഉയർന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ്. അക്ഷരാർത്ഥത്തിൽ ശരിവെക്കുന്നൊരു കാര്യം തന്നെയാണ്. എന്തായാലും 27 പന്തിൽ നിന്നും 54 റൺസാണ് യുവതാരം അദ്ദേഹത്തിൻ്റെ ആദ്യ മത്സരത്തിൽ തന്നെ അദ്ദേഹം സ്വന്തമാക്കിയത്. എന്തായാലും അതൊരു മികച്ച പ്രകടനം തന്നെയായിരുന്നു. അതിനോടൊപ്പം തന്നെ റിങ്കു സിംഗിൻ്റെ പ്രകടനവും എടുത്തു പറയേണ്ടതാണ്. 8 പന്തിൽ നിന്ന് 26 റൺസാണ് ഇന്ത്യയുടെ ഈ ഒരു യുവ സെൻസേഷൻ എന്ന് പറയാൻ പറ്റുന്ന. നമുക്കിനി ഫിനിഷിംഗിലേക്ക് പരീക്ഷിക്കാവുന്ന ഒരു യുവതാരം കൂടിയാണ്. തീർച്ചയായും ഇന്ത്യയുടെ T20 ലോകകപ്പ് വരുന്ന സമയത്ത് തീർച്ചയായും ഇന്ത്യയുടെ പ്ലേയിങ് ലെവലിൽ ഒരു സ്ഥാനം റിങ്കു സിംഗ് ഉറപ്പിച്ചു കഴിഞ്ഞു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ലാതെ കഴിഞ്ഞ കുറേ സീരീസുകളിലായിട്ട് റിങ്കു സിംഗിനെ ആ ഒരു ടീമിൽ പരീക്ഷിക്കുന്നത് കൊണ്ട് തന്നെ ആ ഒരു സ്ഥാനം ഒരു 6ാമത് 5ാമത് 6ാമത് ആ ഒരു പൊസിഷനിൽ റിങ്കു സിംഗ് അദ്ദേഹത്തിൻ്റെ സ്ഥാനം ഉറപ്പിച്ചു കഴിഞ്ഞു എന്നുള്ള കാര്യത്തിലൊരു സംശയവുമില്ല. അപ്പോൾ അതാണ് എനിക്ക് തോന്നുന്നു നമ്മളുടെ കൊൽക്കത്തയുടെ ആ ഒരു കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ 272 എന്നുള്ള വലിയൊരു സ്കോർ തന്നെയാണ് പടുത്തുയർത്തിയത്. എന്നാൽ അത് മറുപടി ബാറ്റിങ്ങിന് ഇറങ്ങിയ ഡൽഹിയെ സംബന്ധിച്ച് എടുത്തു പറയേണ്ട ഒരു കാര്യം, അവർ തുടക്കത്തിൽ തന്നെ വിക്കറ്റുകൾ നഷ്ടപ്പെട്ടു. വാർണറിനെയും അതുപോലെ പൃഥ്വി ഷോയെയും മിച്ചൽ മാർഷിനെയും തുടക്കത്തിൽ തന്നെ നഷ്ടപ്പെട്ടു. ഒരു ഘട്ടത്തിൽ 4 വിക്കറ്റുകൾ നഷ്ടമായി. ഒരു കൂട്ടത്തകർച്ചയിലേക്ക് പോയ വലിയൊരു തോൽവിയിലേക്ക് പോയ ഡൽഹിയെ, എന്നാൽ ആ തോൽവിയുടെ ആഘാതം കുറച്ചത് ഋഷഭ് പന്തിൻ്റെ ഒരു പ്രകടനം തന്നെയാണ്. എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. കാരണം നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ T20 ലോകകപ്പ് വരികയാണ്. ഇന്ത്യയുടെ ഫസ്റ്റ് വിക്കറ്റ് കീപ്പർ ചോയ്സ് ആര് എന്നുള്ള ചോദ്യത്തിന് ഇപ്പോഴും വലിയൊരു ഉത്തരം കിട്ടേണ്ടത് ചോദ്യചിഹ്നമാണ്. കാരണം ഇപ്പോൾ നമ്മളുടെ സെലക്ടേഴ്സ് തപ്പിക്കൊണ്ടിരിക്കുന്ന കുറേ അധികം താരങ്ങൾ, ജിതേഷ് ശർമ്മയുണ്ട്, ധ്രുവ് ജൂറലുണ്ട്,
ഇഷാൻ കിഷൻ ഉണ്ട്, സഞ്ജു സാംസൺ ഉണ്ട്, KL രാഹുലിനെ വരെ അതിന് പരിഗണിക്കുന്നുണ്ട്. എന്നാൽ ഇവരെ ആരെയും വേണ്ട, ഞാൻ തന്നെയാണ് അതിന് ഏറ്റവും യോഗ്യൻ എന്ന് അടിവരയിട്ട് ഉറപ്പിക്കുന്ന ഒരു പ്രകടനം തന്നെയാണ് ഋഷഭ് പന്തിൽ നിന്നത്. തുടർച്ചയായ രണ്ടാമത്തെ മത്സരത്തിലും അദ്ദേഹം അർദ്ധ സെഞ്ചുറി നേടി. അത് ചെന്നൈക്കെതിരെ മികച്ച പ്രകടനം കാഴ്ചവെച്ചു. ഇന്നലെയും അദ്ദേഹം അർദ്ധ സെഞ്ചുറി നേടി. ഇന്നലെ എടുത്തു പറയേണ്ട കാര്യം, വെങ്കടേഷ് അയ്യരുടെ ഒരു ഓവറിൽ 28 റൺസാണ് ഋഷഭ് പന്ത് സ്വന്തമാക്കിയത്. 28 റൺസ് സ്വന്തമാക്കിയ ഒരു ഇന്നിംഗ്സ് കൂടെ. അതുകൊണ്ട് തന്നെ ഒരു ഫിനിഷർ റോളിൽ എനിക്ക് തോന്നുന്നു റിങ്കു സിംഗും മറുസൈഡ് ഋഷഭ് പന്തും കൂടെ വരുമ്പോൾ ഇന്ത്യയുടെ ആ ഒരു ഫിനിഷിംഗ് എന്ന് പറയുന്നത് വളരെ ശക്തമാകുന്ന ഒരു കാഴ്ച നമുക്ക് എന്തായാലും കാണാൻ സാധിക്കും. അതുതന്നെയാണ് ഇപ്പോൾ എല്ലാവരും, എനിക്ക് സംബന്ധിച്ച് ഋഷഭ് പന്തിൻ്റെ അദ്ദേഹം അപകടം പറ്റിയ സമയം മുതൽ കൃത്യമായി അദ്ദേഹത്തിനെ ഫോളോ ചെയ്യുന്ന, അദ്ദേഹത്തിൻ്റെ ഓരോ അപ്ഡേറ്റും കൃത്യമായി ഫോളോ ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ആ പന്തിൻ്റെ ഒരു തിരിച്ചുവരവ് വളരെ ആവേശത്തോടെ നോക്കി കാണുന്ന ഒരാളാണ്. അദ്ദേഹം ആദ്യത്തെ മത്സരത്തിൽ കാര്യമായ പ്രകടനം നടത്താൻ സാധിക്കാതിരുന്നപ്പോൾ സോഷ്യൽ മീഡിയ അടക്കം വളരെ വലിയ വിമർശനങ്ങൾ ഉയർന്നിരുന്നു. എന്നാൽ അതിനെ കഴിഞ്ഞ 2 മത്സരം കൊണ്ട് തന്നെ ആ വിമർശനങ്ങളെ മുഴുവൻ കാറ്റിൽ പറത്തുന്ന ഒരു കാഴ്ചയാണ് എന്തായാലും പന്തിൻ്റെ പ്രകടനത്തിലൂടെ നമുക്ക് ഇന്നലെ എന്തായാലും കാണാനായത്. അതിനോടൊപ്പം തന്നെ എടുത്തു പറയേണ്ടത് ട്രിസ്റ്റൻ സ്റ്റബ്സിൻ്റെ ഒരു പ്രകടനം. അദ്ദേഹവും 54 റൺസ് സ്വന്തമാക്കി. അതും ഇന്നലെ തോൽവിയുടെ ആഘാതം, ഡൽഹിയുടെ തോൽവിയുടെ ആഘാതം ഒരു പരിധിവരെ കുറച്ച് നമുക്ക് പറയാൻ സാധിക്കും. അത് മാത്രമല്ല, അതായത് എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, നമ്മൾ സുനിൽ നരേൻ ഓപ്പണറായി ഇറങ്ങിക്കൊണ്ട് മികച്ചൊരു ഇന്നിംഗ്സ് പടുത്തുയർത്തുന്ന ഒരു കാഴ്ച. നമ്മൾ ഇതിനു മുമ്പ് സുനിൽ നരേൻ ഓപ്പണറായി ഇറങ്ങിയത് കണ്ടിട്ടുള്ളത് ഗൗതം ഗംഭീറിന്റെ ക്യാപ്റ്റൻസിയിലാണ് സുനിൽ നരേൻ ഓപ്പണറായി ഇറങ്ങുന്ന ഒരു കാഴ്ച കണ്ടിട്ടുള്ളത്. കാരണം സുനിൽ നരേൻ ആദ്യമായി ഓപ്പണിംഗിൽ പരീക്ഷിക്കുന്നതും ഗൗതം ഗംഭീറാണ്. ആ ഒരു തീരുമാനത്തെ ശ്രേയസ് അയ്യരും ഇപ്പോൾ പരീക്ഷിച്ചപ്പോൾ അത് വലിയൊരു വിജയമാകുന്ന ഒരു കാഴ്ചയാണ്. കാരണം പവർ പ്ലേ ഓവറുകളിൽ തെല്ലും ഭയമില്ലാതെ ബൗളർമാരെ അടിച്ചു പറത്തുക എന്ന ലക്ഷ്യം മാത്രമാണ് സുനിൽ നരേനുള്ളത്. അപ്പോൾ അത് എത്രത്തോളം കൃത്യമായി ഈ IPL ഇനി വിജയിക്കുമെന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അതിലെടുത്തുകൊണ്ട കാര്യം, കൊൽക്കത്തയ്ക്ക് 2 കിരീടം നേടിക്കൊടുത്തൊരു നായകനാണ് ഗൗതം ഗംഭീർ. ആ ഗൗതം ഗംഭീർ ടീമിന്റെ മെന്ററായിട്ട് ടീമിന്റെ ഒപ്പം തന്നെ ഉണ്ട് എന്നുള്ളതും ഒരു എടുത്തു പറയേണ്ട കാര്യമാണ്. എനിക്ക് തോന്നുന്നു ഇന്നലെയും സുനിൽ നരേനെ ഓപ്പണിംഗിലേക്ക് പരീക്ഷിച്ചതിൽ ഗൗതം ഗംഭീറിന്റെ ഒരു ബുദ്ധി നമുക്ക് പറയാൻ സാധിക്കും. അദ്ദേഹത്തിന്റെ അതിന് പിന്നിൽ അദ്ദേഹത്തിന്റെ ഐഡിയ തന്നെ ആയിരിക്കാം എന്ന് നമുക്ക് പറയാം. എന്തായാലും ശ്രേയസ് അയ്യരും ഗംഭീറും കൂടെ ചേർന്നുള്ള ഒരു മികച്ചൊരു കോംബോ തന്നെ അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. സുനിൽ നരേന്റെ പ്രകടനം മാത്രമല്ല, IPL ചരിത്രത്തിൽ ആദ്യമായാണ് ആദ്യത്തെ 3 മത്സരങ്ങളിൽ തുടർച്ചയായി കൊൽക്കത്ത ജയിക്കുന്ന IPL ചരിത്രത്തിൽ തന്നെ ആദ്യത്തെ കാഴ്ചയാണ്. എന്തായാലും ഗംഭീർ ടീമിനൊപ്പം ഉള്ളത് കൊൽക്കത്തയ്ക്ക് വളരെ വലിയ ആത്മവിശ്വാസം നൽകുന്നുണ്ട്. ഗംഭീറിനെ സംബന്ധിച്ച് നേരത്തെ പറഞ്ഞ പോലെ 2 കിരീടം നേടിക്കൊടുത്ത നായകനാണ് കൊൽക്കത്തയ്ക്ക്. ആ 2 ടീമും വളരെ ലിമിറ്റഡ് റിസോഴ്സസ് ഉപയോഗിച്ചിട്ടുകൊണ്ടാണ് അദ്ദേഹം കിരീടത്തിലേക്ക് ടീമിനെ നയിച്ചത്. വലിയ ശക്തമായ നിരയല്ല, എന്നാൽ ആവറേജ് ടീമിനെ വെച്ചിട്ട് അദ്ദേഹം ആ ടീമിനെ മാക്സിമം ഉപയോഗിച്ച ഒരു നായകൻ കൂടിയാണ്. റോബിൻ ഉത്തപ്പയൊക്കെ പരമാവധി ഉപയോഗിച്ച ഒരു നായകൻ കൂടിയാണ് ഗൗതം ഗംഭീർ. അപ്പോൾ അദ്ദേഹം ടീമിനൊപ്പം ഉള്ളത് കൊൽക്കത്തയ്ക്ക് വളരെ വലിയ ആത്മവിശ്വാസം തന്നെ നൽകുന്നുണ്ട്. എന്തായാലും നമുക്ക് ഇന്നലത്തെ മത്സരം പരിശോധിക്കുകയാണെങ്കിൽ 272 റൺസ് എന്ന് പറയുന്ന ഒരു കൂറ്റൻ സ്കോർ. അതായത് വെറും 5 റൺസിന് അകലെയാണ് 277 എന്ന സൺറൈസേഴ്സ് ഉയർത്തിയ റൺസ് കൊൽക്കത്തയ്ക്ക് മറികടക്കാൻ ആകാതെ പോകുന്നത്. ഒരുപക്ഷെ ഇന്നലെ ഒന്നിലധികം ബാറ്റ്സ്മാൻമാർ കൂടി ഫോം ആയിരുന്നെങ്കിൽ ഒരുപക്ഷെ 270 ഒരുപക്ഷെ 300 വരെ അടുക്കുന്ന രീതിയിൽ ആ സ്കോർ പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാലും ഇന്നലത്തെ ആ സ്കോറിംഗ് മാത്രമല്ല, RCB പണ്ട് ഉയർത്തിയ ഒരു 263 റൺസിന്റെ ഒരു കൂറ്റൻ സ്കോർ ഉണ്ട്. അതൊക്കെ ഇപ്പോൾ വെറും പഴങ്കഥകളായി മാറുന്ന ഒരു കാഴ്ചയാണ്. അപ്പോൾ ഇനി വരുന്ന മത്സരങ്ങളിലും ഇത്തരത്തിലൊരു വലിയ സ്കോർ, അതായത് ഏകദിനത്തിലൊക്കെ മാത്രം കണ്ടുവരുന്നിരുന്ന 250 മുകളിലുള്ള സ്കോർ ഇനി വരുന്ന T20 മത്സരങ്ങളിൽ നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കുമല്ലോ. തീർച്ചയായും വലിയ സ്കോറുകളിലേക്ക് T20 മത്സരങ്ങൾ പോവുകയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ 250 എന്ന് പറഞ്ഞാൽ മുൻപ് 2020ക്ക് വരുന്നതിന് മുൻപ് ഏകദിനത്തിൽ വലിയ സ്കോറായിരുന്നു. 250 മുകളിൽ റൺസ് നേടുക എന്ന് പറഞ്ഞാൽ അത്യാവശ്യം വലിയ സ്കോർ തന്നെയായിരുന്നു. അത് പിന്നെ 300ആയി. ഇപ്പം 400 നേടിയാൽ പോലും അത് വലിയൊരു സ്കോർ അല്ലാത്ത രീതിയിലേക്ക് ഒരു കാലഘട്ടം മാറുന്നതിനനുസരിച്ചിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. യുവതാരങ്ങളെല്ലാം വളരെ ബിഗ് ഹിറ്റർമാരാണ്. അപ്പോൾ ഈ ഒരു 272 എന്ന് എനിക്ക് തോന്നുന്നു ഇന്നലെ സോഷ്യൽ മീഡിയയിലൊക്കെ വളരെയധികം വന്നൊരു കമൻറ്റ്, റിങ്കു സിംഗിന് ഒരു ബോളൂടെ കിട്ടിയിരുന്നെങ്കിൽ ഈ ഒരു വലിയ സ്കോർ മറികടക്കാമായിരുന്നു എന്നുള്ളതാണ്. കാരണം ഒരു 6 കൂടി നേടിയിരുന്നുണ്ടെങ്കിൽ 278 റൺസ് നേടാമായിരുന്നു. അപ്പോൾ ഏറ്റവും വലിയ സ്കോർ കൊൽക്കത്തയുടെ പേരിലാകുമായിരുന്നു. റിങ്കു സിംഗിന് ഒരു ബോളൂടെ കിട്ടിയിരുന്നെങ്കിൽ എന്ന് തരത്തിലുള്ള ആളുകൾ പറയുന്നുണ്ട്. എന്തായാലും ബിഗ് ഹിറ്റർമാരായി കുറേ യുവതാരങ്ങൾ വരുന്നുണ്ട്. അത് ഇന്ത്യക്കും വളരെ വലിയ, ഇന്ത്യയുടെ ക്രിക്കറ്റിനും വലിയ, ഇന്ത്യക്ക് മാത്രമല്ല എല്ലാ ടീമുകൾക്കും അത് വളരെ ഗുണം ചെയ്യുന്നൊരു കാര്യം തന്നെയാണ്. എന്തായാലും അത് തന്നെയാണ്. കാരണം നമുക്കറിയാം കൊൽക്കത്ത ഒരു മികച്ച വിജയം കഴിഞ്ഞ മത്സരത്തിൽ സ്വന്തമാക്കി. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇന്നത്തെ മത്സരം കൂടി ഒന്ന് പരിശോധിച്ചിട്ട് വരാം. ഇന്നത്തെ മത്സരം പരിശോധിക്കുകയാണെങ്കിൽ IPL ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസും പഞ്ചാബ് കിങ്സും തമ്മിലുള്ള മത്സരമാണ് നടക്കുക. രാത്രി 7:30 ഗുജറാത്തിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ വെച്ചാകും മത്സരം നടക്കുക. 3 മത്സരങ്ങളിൽ നിന്ന് 2 വിജയവും 1 പരാജയമുള്ള ഗുജറാത്തിന് 4 പോയിന്റാണ് സമ്പാദ്യമായിട്ടുള്ളത്. അതേസമയം 1 വിജയവും 2 പരാജയമുള്ള പഞ്ചാബ് 2 പോയിന്റുമായി 7ാം സ്ഥാനത്താണ്. ബാറ്റിങ്ങിലും ബോളിങ്ങിലും
ഒരുപോലെയാണ് ഇരു ടീമുകളുടെയും കരുത്തെങ്കിലും പരസ്പരം ഏറ്റുമുട്ടിയ 3 മത്സരങ്ങളിൽ 2ലും വിജയം സ്വന്തമാക്കിയിട്ടുള്ളത് ഗുജറാത്താണ്. എന്തുതന്നെയായാലും ഈ ഒരു മത്സരം പരിശോധിക്കുകയാണ്, അതായത് വരാനിരിക്കുന്ന ഇന്നത്തെ രാത്രിയിലത്തെ മത്സരം പരിശോധിക്കുകയാണെങ്കിൽ ഗുജറാത്ത് 2 മത്സരങ്ങൾ ജയിച്ച് മികച്ച ഒരു ഫോമിലാണ് നിൽക്കുന്നത്. വിജയം തുടരാൻ വേണ്ടിയാണ് ഗുജറാത്ത് ഇന്നിറങ്ങുന്നത്. പക്ഷേ പഞ്ചാബ് അങ്ങനെയല്ല, 3 മത്സരങ്ങളിൽ നിന്ന് 2 പരാജയവും 1 തോൽവിയുമാണുള്ളത്. അപ്പോൾ ഈ ഒരു മത്സരത്തിനെ എങ്ങനെയാണ് നോക്കുന്നത്? ഏത് നായകനായിരിക്കും കൂടുതൽ സമ്മർദ്ദം ഉണ്ടാവുന്നത്? എന്തായാലും ഇന്ന് നമുക്കൊരു മികച്ച പ്രകടനം തന്നെ ഇന്ന് നമുക്ക് കാണാൻ സാധിക്കും എന്നാണ്. കാരണം ഗുജറാത്തിൽ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിലാണ് മത്സരം. അതിനെപ്പറ്റി എനിക്ക് തോന്നുന്നു കൂടുതലായി ഒന്നും ഇന്ന് നമുക്ക് മത്സരത്തിന് മുന്നോടിയായി പറയേണ്ട കാര്യമില്ല. ഒരു വെടിക്കെട്ട്, ഇന്നലത്തേന് സമാനമായ ഒരു വെടിക്കെട്ട് മത്സരം നമുക്ക് ഇന്ന് പ്രതീക്ഷിക്കാം. അതിന്റെ വിശദാംശങ്ങൾ എനിക്ക് തോന്നുന്നു നമ്മൾ ഇന്നിപ്പോൾ മത്സരത്തിൽ കൂടുതൽ പറയുന്നതിന് നല്ലത് മത്സരം കഴിഞ്ഞതിന് ശേഷം പറയുന്നതായിരിക്കും കൂടുതൽ നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. എന്തുതന്നെയാലും ഇന്നത്തെ ഐ പി എൽ ആവേശം ഇവിടെ പൂർണ്ണമാവുകയാണ്. നാളെ ഇതേ ദിവസം, അതായത് പഞ്ചാബിന്റെയും ഗുജറാത്തിന്റെയും മത്സരത്തിന്റെ ആവേശം നാളത്തെ ഐ പി എൽ ആവേശത്തിൽ നമുക്ക് പങ്കുവയ്ക്കാം. ഏതായാലും ഐ പി എല്ലിന്റെ ആവേശം ഇവിടെ പൂർണ്ണമാവുകയാണ്. നന്ദി, നമസ്കാരം.